ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 3. നമ്മളിന്ന് അധ്യായം 1 6 മുതൽ 10 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. ഇതിൽ പല ദേവതകളെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തേൽ പ്രജാപതി, ദേവത പ്രജാപതിയെ പറ്റിയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും നേതൃത്വം കൊടുക്കുക പതി, പ്രജകളുടെ പതി, ഇവിടെയുള്ള എല്ലാറ്റിൻ്റെയും പതി. അതായത് അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായി വന്നത്. അപ്പം അങ്ങനെയൊരു ശക്തി വിശേഷമുണ്ട്. അതിനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. കാരണം ഏതൊരു കർമ്മം ചെയ്യണമെങ്കിൽ അതിന് പിന്നിലൊരു പ്രേരക ശക്തി ഉണ്ടാവും. അതിനെ നയിക്കുവാൻ, കർമ്മങ്ങളെ ഏകോപിപ്പിക്കുവാൻ, നയിക്കുവാൻ, ഈ പ്രപഞ്ചം സൃഷ്ടിക്കാനും അതിലെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കാനും അതിനെയെല്ലാം നയിക്കുവാനും എല്ലാം ശക്തിയുള്ള ഒരു പ്രേരക ശക്തിയുണ്ട്. അത് പ്ലാൻ അനുസരിച്ചാണ് എല്ലാം സൃഷ്ടി നടത്തുന്നത്. ആ പ്ലാനിൽ നിന്ന് വരുന്ന ഒരു പ്രേരക ശക്തിയായിട്ട് അതിനെ എടുക്കാം. പ്രപഞ്ചം സൃഷ്ടിക്ക് പിന്നിൽ ആദ്യമായി ഏതൊരു ശക്തി വിശേഷമാണോ ഇതെല്ലാം സങ്കല്പത്തിൽ കണ്ടുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയത്, അതിൽ നിന്ന് തന്നെയാണ് ആ പ്രേരക ശക്തി വരുന്നത്. അതിനെ പ്രജാപതി എന്നും ഇവിടെ പറയാം. അപ്പോൾ അതിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇവിടെ 1:6 എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 6 പറയുന്നത്, നിന്നെ ഇവിടെ ആനയിച്ചത് ആരാണ്? നിന്നെ ഇവിടെ കൊണ്ടുവന്നത് അവനാണ്. അപ്പം ഇവിടേക്ക് നമ്മെ എല്ലാം കൊണ്ടുവന്നത്, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അതിനെയെല്ലാം കൊണ്ടുവന്നതിൽ പിന്നിൽ ഒരു ശക്തി വിശേഷമുണ്ട്. അതാണ് ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ എന്നെല്ലാം പറയുന്ന, അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറയുന്ന ആ പ്ലാനിൻ്റെ പിന്നിലുള്ള ശക്തി. അത് ഈശ്വരൻ എന്ന് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ ബ്രഹ്മം തന്നെ പറയാം. അതാണ് പ്രജാപതി എന്ന് പറയുമ്പോഴും ആ ശക്തി വിശേഷമാണ് ഇവിടെ കൊണ്ടത്. ഇവിടെ എന്ത് വന്നിരിക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ അങ്ങനെ ഒരു ശക്തി വിശേഷമുണ്ട്. അവൻ ഇവിടെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഇവിടെ എല്ലാ ജീവജാലങ്ങളെയും കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തൊക്കെ ഒന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അവൻ നിന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ആ ശക്തി വിശേഷം നമ്മളെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? അപ്പോൾ കൊണ്ടുവന്നതിനൊരു ലക്ഷ്യമുണ്ട്. അത് ആധുനിക സയൻസും പറയുന്ന കാര്യം തന്നെയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ലക്ഷ്യമാദ്യമുണ്ടാകും. അവന് ഇവിടെ കൊണ്ടുവന്നത് അവന് വേണ്ടിയാണ്, അതിനു വേണ്ടിയാണ്. ആർക്ക് വേണ്ടിയാണ്? അവനപ്പം ഇവിടെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ അവനെന്തോ ലക്ഷ്യമുണ്ട്. ആ ശക്തി വിശേഷത്തിന് എന്തോ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാധിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഉദാഹരണമായിട്ട് നമ്മളെ ഇവിടെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട്. എന്തിനാണ് അത് കൊണ്ടുവന്നത്? അതിനൊരു ലക്ഷ്യമുണ്ട്. അത് സാധിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് അതിവിടെ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. കാലാകാലങ്ങളിൽ എന്ത് തരം വേഷത്തിലാണോ നമ്മൾ വരുന്നത്, ഓരോ കാലത്ത് നമ്മൾ വരുന്നത് ഓരോ വേഷത്തിലാണ്. ഇപ്പോൾ ഞാൻ വരുന്നത് ഈ വേഷത്തിലാണ്. അടുത്ത ജന്മത്തിലോ മുന്നിലുള്ള ജന്മത്തിലോ ഞാൻ വന്നിരിക്കുന്ന ഏത് വേഷമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ വന്നിട്ടുണ്ട്. അന്നും വേറെ വല്ല വേഷവും ധരിച്ചായിരിക്കുന്നത്. ചിലപ്പോൾ മനുഷ്യരായിട്ട് തന്നെ വേണമെന്നൊന്നുമില്ല. പക്ഷെ അത് കൊണ്ടുവന്നതിന് പിന്നിൽ ആ ശക്തിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണ്? പ്രപഞ്ച സൃഷ്ടിക്ക് എന്തോ കർമ്മം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഓരോ കാലത്തിലും നമ്മൾ ഓരോ വേഷത്തിൽ വരും. എന്നിട്ടോ ആ വേഷങ്ങൾക്കനുസരിച്ച കർമ്മം അനുഷ്ഠിക്കുന്നു. അപ്പോൾ
ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഏതൊന്നും നമ്മളായാലും ആരായാലും ഋഷികളായാലും ആരായാലും ഇവിടെ വരുന്നതിന് പിന്നിൽ ഒരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷം നമ്മളെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനെന്തോ ലക്ഷ്യമുണ്ട്, അത് സാധിച്ചു കൊടുക്കുവാനാണ്. അങ്ങനെ നമ്മൾ ഇവിടെ വരുമ്പോഴും ഏത് വേഷത്തിലും വരാം. രാജാവായിട്ട് വരാം, തൊഴിലാളിയായിട്ട് വരാം, ഡോക്ടറായിട്ട് വരാം, എങ്ങനെയോ വരാം, ഏത് വേഷത്തിലും വരാം. അല്ലെങ്കിൽ മൃഗങ്ങളായിട്ട് വരാം. ആ വരുന്ന വേഷത്തിനനുസരിച്ച കർമ്മം നമ്മൾ അനുഷ്ഠിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് 7 എന്താണ് പറയുന്നത് നോക്കാം. ഇവിടുത്തെ ദേവത യജ്ഞമാണ്. അപ്പം നമ്മൾ കർമ്മത്തെ പറ്റിയാണ്, നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞു, നമ്മളെ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. ഇവിടെ ആ ലക്ഷ്യത്തെ ഒരു കർമ്മം ചെയ്യാനാണ്. ആ യജ്ഞത്തെ പറ്റിയാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് യജ്ഞം എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാവിധ തടസ്സവാദങ്ങളും നീക്കാൻ വേണ്ടിയാണ് എന്നതാണ് ഈ യജ്ഞം. യജ്ഞം എല്ലാ തടസ്സങ്ങളും നീക്കാൻ വേണ്ടിയാണ്. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കഷ്ടതകളുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകുവാനാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതം സുഖകരമാവുകയാണ്. പുതിയ പുതിയ വാഹനങ്ങൾ കണ്ടെത്തും, എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റും, ശരീരം ഉപയോഗിച്ചിട്ട് അധ്വാനിക്കാതെ തന്നെ പല ഉപകരണങ്ങളുടെ സഹായത്താൽ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ തടസ്സങ്ങൾ നീക്കാൻ വേണ്ടി. അതിന് നമ്മൾ ആശ്രയിക്കുന്ന ഏതാണ്? യജ്ഞമാണ്. യജ്ഞമാണ് നമ്മുടെ തടസ്സങ്ങൾ നീക്കുന്നത്. ശത്രുക്കളുടെ രക്ഷാകവചങ്ങൾ തകർത്തെറിയും. ശത്രുക്കൾ നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, ശത്രുത എന്ന് പറഞ്ഞാൽ ആര്, ഒരു വ്യക്തി തന്നെ ശത്രുതയാണെന്നില്ല, എന്തും തടസ്സമാകാം. നമുക്ക് പുറത്തു പോകുന്നതിന് മഴ ഒരു തടസ്സമായി വരികയാണ്, അത് ശത്രുതയാണ്. പ്രകൃതി നമുക്ക് ശത്രുവായിട്ട് നിൽക്കുകയാണ്. പുറത്തേക്ക് പോകേണ്ടി വരുമ്പോൾ മഴ, അപ്പം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തടസ്സത്തിൽ നീക്കുന്നത് എന്താണ്? നമ്മളൊരു കുടയുണ്ടാക്കിയിടും. നമ്മളെ ബുദ്ധി ഉപയോഗിച്ചൊരു കുടയുണ്ടാക്കും. എന്നിട്ട് മഴയത്തോട്ട് അല്ലെങ്കിൽ ഒരു റെയിൻ കോട്ട് ഉണ്ടാക്കിയിട്ട് സുഖമായിട്ട് അങ്ങ് പോകും. അപ്പോൾ ശത്രുക്കളുടെ രക്ഷാകവചങ്ങൾ നഷ്ടപ്പെടുത്താൻ യജ്ഞം വേണം. അതോടുകൂടി ദുഃഖമെല്ലാം ശത്രുക്കളിലേക്ക് ദുഃഖമെല്ലാം, നമ്മുടെ ദുഃഖമെല്ലാം മാറും. അത് ശത്രുക്കളിലൂടെ മേലെ പോകും. അതായത് ശത്രുക്കൾ കീഴടങ്ങും. നമ്മുടെ ദുഃഖമെല്ലാം പരിഹരിക്കപ്പെടും. ഏതിലൂടെ? യജ്ഞത്തിലൂടെ. ഈ യജ്ഞം എവിടെയാണുള്ളത്? ഭൂമിക്കും അന്തരീക്ഷത്തിനും ഇടയ്ക്കെല്ലാമാണ് സഞ്ചരിക്കുന്നത്. യജ്ഞം എവിടെയെല്ലാം നടക്കുന്നുണ്ട്? ഭൂമിയിൽ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്, അന്തരീക്ഷത്തിൽ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ മാത്രമൊന്നുമല്ല യജ്ഞം ചെയ്യുന്നത്. അന്തരീക്ഷത്തിൽ എന്തുണ്ട്? സൂര്യൻ യജ്ഞം നടത്തിക്കൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്, മേഘങ്ങൾ മഴ പെയ്യിക്കുന്നുണ്ട്, കാറ്റ് വീശിയിട്ട് അന്തരീക്ഷത്തിലെ മർദ്ദങ്ങളെല്ലാം മാറ്റുന്നുണ്ട്, അന്തരീക്ഷം ശുദ്ധമാക്കുന്നുണ്ട്. അങ്ങനെ യജ്ഞങ്ങൾ അന്തരീക്ഷത്തിലും ഭൂമിയിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി 8 എന്താണ് പറയുന്നത് നോക്കാം. 8 ദേവത അഗ്നിയാണ്. അവിടെ അഗ്നിയെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, തിന്മകളെ നശിപ്പിക്കുന്നതാണ് ഈ അഗ്നി. നമ്മുടെ അനീതിക്കേരെ പോരാടണ്ടെങ്കിൽ, തിന്മകളെ നശിപ്പിക്കണ്ടെങ്കിൽ നമ്മൾ ബലം പ്രയോഗിച്ചാലേ പറ്റുകയുള്ളൂ. അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജമാണ്. ഊർജത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ എല്ലാ തിന്മകളെയും എതിരായിട്ട് പോരാടിയിട്ട് അവയെ ഇല്ലാതാക്കുന്നത്. നാശത്തിന് ഒരുങ്ങുന്നവരെയെല്ലാം അഗ്നിയിലൂടെ നശിപ്പിക്കാം. ഈ ലോകത്തെ നശിപ്പിക്കാൻ ആരെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ നാശത്തിനെതിരായി വരുന്നതിനെയെല്ലാം ഊർജത്തിൻ്റെ സഹായത്താൽ, അഗ്നിയുടെ സഹായത്താൽ നശിപ്പിക്കാം. ഇപ്പം ഒരു വലിയ കൊടുങ്കാറ്റടിക്കാൻ പോകുന്നു വെച്ചോളൂ നമ്മളെ നേരെ, വീട്ടിൻ്റെ നേരെ. അപ്പം നമ്മളെന്ത് ചെയ്യും? അതിനെ വേറെ വല്ല സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വലിയ തട്ടിയെല്ലാം എടുത്ത് വെച്ചുകൊണ്ട് തടുത്തു വെക്കും. അപ്പോൾ ഊർജമാണ് അവിടെ പ്രയോഗിക്കുന്നത്. അതിനെതിരായിട്ട് നമ്മൾ വല്ലതുമെല്ലാം എടുത്ത് വെച്ചിട്ട് പ്രൊട്ടക്ട്. ഇപ്പം നമ്മൾ റോട്ടിലൂടെ നടക്കുമ്പോൾ നല്ല കാറ്റ് അടിക്കുകയാണെങ്കിൽ കൊട അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് തടുക്കുന്നുണ്ടല്ലോ. അവിടെയെല്ലാം ഊർജമാണ് അഗ്നി.
അപ്പം നാശത്തിനൊരുങ്ങി വരുന്നവരെയെല്ലാം നമുക്ക് ഊർജത്തിൻ്റെ സഹായത്താൽ ഇല്ലാതാക്കാം. വല്ലവരും നമ്മളെ ഇല്ലാതാക്കാൻ വരുന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഊർജം തന്നെയാണ് പ്രയോഗിക്കേണ്ടത്. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പട്ടി ഇപ്പം കടിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ കല്ലെടുത്തിട്ട് ശക്തിയിലെറിയും. വെറുതെ കല്ലങ്ങിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ആവില്ല. കല്ലെടുത്തിട്ട് ശക്തിയിലെറിയാന്നാണ്. അത്രയും ഊർജം ഉപയോഗിച്ചുകൊണ്ട് എറിഞ്ഞിട്ട് പട്ടിക്കൊള്ളുമ്പോൾ പട്ടി ഓടിക്കോളും. അപ്പം നമ്മളെ ഇല്ലാതാക്കാൻ വരുന്നവരെയും ഇല്ലാതാക്കാൻ ഊർജം ആവശ്യമാണ്. സർവദേവതകളിൽ വെച്ച് നമുക്ക് ഏറ്റവും അധികം കൃപ ചൊരിയുന്നവൻ ആരാണ്? അഗ്നിയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. വെള്ളം ദാഹം തീർക്കുന്നുണ്ട്, മാങ്ങയിലാണെങ്കിൽ വിശപ്പ് മാറ്റുന്നുണ്ട്. അങ്ങനെ പല അങ്ങനെയുള്ള ദേവതകളിൽ ഏറ്റവും പ്രധാനൻ ആരാണ്? അഗ്നിയാണ്. കാരണം അഗ്നിയില്ലെങ്കിൽ പിന്നെ മാങ്ങ പോലും തിന്നാൻ പറ്റൂല. മാങ്ങ കടിച്ചിട്ട് തിന്നണ്ടെങ്കിൽ അവിടെ ഊർജം പ്രയോഗിക്കണം, ബലം പ്രയോഗിക്കണം. ബലത്തിൻ്റെ പിന്നിലുള്ള ഊർജ സ്രോതസ് എന്ന് പറയുന്നത് അഗ്നിയാണ്. മാങ്ങ പറിക്കണ്ടിക്ക് ഊർജം വേണം, അഗ്നി വേണം. നമ്മുടെ ശരീരത്തിലെ ഊർജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാങ്ങ പറിക്കുന്നത്. നീ പരിശുദ്ധനാണ്. അഗ്നിയാണ് ഏറ്റവും ശുദ്ധമായ. അഗ്നി ഒരിക്കലും മോശമാവില്ല. അഗ്നിക്ക് ഒരു ദോഷവും ഇല്ല, അതിന് കലർപ്പില്ല, ശുദ്ധമാണ് എപ്പോഴും. വെള്ളം എപ്പോഴൊന്നും ശുദ്ധമല്ല. വെള്ളം എന്തെങ്കിലും ഒരു സാധനം വെള്ളം ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ ആ വെള്ളം പിന്നെ മോശമാണ്. പക്ഷെ അഗ്നി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചവറ് കത്തിച്ചാലും അഗ്നി തന്നെയാണ്, അതിന് വേറെ കുഴപ്പമില്ല. അത് വളരെ പുരാതനമാണ്. പണ്ട് കുറേ ഉള്ള നമ്മൾ ആശ്രയിക്കുന്ന ഒരു ശക്തിയാണ് അഗ്നി. എല്ലാ പൂജകളിലും നമ്മൾ അഗ്നിയെയാണ് അർപ്പിക്കുന്നത്. എന്ത് കർമ്മം ചെയ്യണ്ടിക്ക് അവിടെ അഗ്നി ഊർജം വേണം. ചോറ് വെക്കണ്ടിക്ക് അഗ്നി ഉപയോഗിക്കണം, കല്ല് പൊട്ടിക്കണ്ടിക്ക് ഊർജം ഉപയോഗിക്കണം, സംസാരിക്കണ്ടിക്ക് എന്തിനും അഗ്നി വേണം. അറിവുള്ളവർ അതുകൊണ്ട് എല്ലാ പൂജകളിലും നിന്നെയാണ് ആശ്രയിക്കുന്നത്. പൂജിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുക. ഏതെങ്കിലും ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ അർപ്പണ മനോഭാവത്തോടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി എന്തെങ്കിലും അർപ്പണ ബുദ്ധിയോട് കൂടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടിയാണ് നമ്മൾ പൂജ അർപ്പിക്കുന്നത്? നമ്മുടെ കർമ്മമെല്ലാം ആർക്ക് വേണ്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ ബ്രഹ്മത്തിന് വേണ്ടി. കാരണം നമ്മളെ സൃഷ്ടിച്ചത് ഒരു കർമ്മം ചെയ്യുകയാണ്. അപ്പം നമ്മളെന്താണ് ചെയ്യുന്നത്? ആ ശക്തിക്ക് വേണ്ടിയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. ആ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് ആരാണ്? ആ പൂജയിൽ അഗ്നിയെയാണ് ആശ്രയിക്കുന്നത്. ഇനി 9ാമത്തെ മന്ത്രം. ഇവിടുത്തെ ദേവത വിഷ്ണുവാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ 3 ആ പ്രധാന ശക്തി വിശേഷം 3ആയി തിരിഞ്ഞിട്ടുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. എല്ലാ കർമ്മത്തിനും ഇങ്ങനെ 3 ഉണ്ട്. എന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടിയാണ്. ആവശ്യത്തിന് വേണ്ടി ഒന്ന് സൃഷ്ടിക്കും, സൃഷ്ടിച്ചതിൻ്റെ ശേഷം അതിനെ കുറേ കാലം പരിപാലിക്കും, കൊണ്ടു നടക്കും, ആവശ്യം കഴിയുമ്പോൾ നശിപ്പിക്കും. അങ്ങനെ കൊണ്ടു നടക്കുന്ന, പരിപാലിക്കുന്ന, ഈ ലോകത്തെ സൃഷ്ടിച്ച് നമ്മളെ സൃഷ്ടിച്ചെല്ലാം പരിപാലിക്കുന്ന ശക്തി, അതിൻ്റെ പിന്നിൽ ഒരു ശക്തി വിശേഷമുണ്ട്. ആ ശക്തി വിശേഷത്തെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദേവത വിഷ്ണുവാണ്. അതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഹവിസ്സെല്ലാം നമ്മൾ അർപ്പിക്കുന്നത് ആ ജഗദീശ്വരനാണ്. വിഷ്ണുവാണ് നമ്മളെ പരിപാലിക്കുന്നത്. അപ്പം ഈ പ്രപഞ്ചത്തിൽ നമ്മളെ സൃഷ്ടിച്ച ഒരു കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വിഷ്ണുവാണ്. അപ്പോൾ നമ്മൾ എന്ത് കർമ്മവും ചെയ്യുക, അർപ്പിക്കുന്നത്, ഹവിസ് അർപ്പിക്കുന്നത് ആ വിഷ്ണുവിനാണ്. അങ്ങ് കളങ്കമില്ലാത്തവൻ, അങ്ങേക്ക് പക്ഷപാതമൊന്നുമില്ല. ഒരാൾ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത് അവരെ കർമ്മം ചെയ്തിട്ട് പോയിക്കൊള്ളുക. അതേ വിഷ്ണു നോക്കുകയുള്ളൂ. അവനെ സൃഷ്ടിച്ച എന്തിനു വേണ്ടിയാണോ, ആ കർമ്മമാണോ അവൻ ചെയ്യുന്നത് എന്ന് നോക്കിക്കോളും. എങ്കിലും മാത്രം വിഷ്ണു ഇടപെടും. അതുകൊണ്ടാണ് അധർമ്മം പെരുകുമ്പോൾ ഞാൻ അവതരിക്കുമെന്ന് വിഷ്ണു പറഞ്ഞ അതാത് കാലത്ത് ആ അധർമ്മത്തെയെല്ലാം തച്ചുറക്കും. അപ്പം കളങ്കമില്ലാത്തവനാണ്. യജ്ഞം ചെയ്യുന്ന കർത്താവിനെ രക്ഷിക്കുന്നതും അദ്ദേഹമാണ്. കൈക്കൊള്ളുകയും രക്ഷിക്കുകയെല്ലാം ചെയ്യുന്നത്. ഒരു യജ്ഞം ചെയ്യുമ്പോൾ
സൃഷ്ടിച്ചത് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച ആ കർമ്മം ചെയ്യാനാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ സംരക്ഷണവും അത് ചെയ്തേ പറ്റൂ, ചെയ്ത് തരും. ആ ഈശ്വരൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ അടുത്ത് എപ്പോഴും നിൽക്കുന്നുണ്ട്, വരുന്നുണ്ട്. നമ്മളെന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ ആ ശക്തിവിശേഷം, നമ്മൾ ഒരാളെ കൊണ്ട് പുറത്ത് ഒരാളെ വിളിച്ചിട്ട് എന്തെങ്കിലും ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ നിന്നിട്ട് ചെയ്യിപ്പിക്കും. അതുപോലെ ആ ശക്തിവിശേഷം നമ്മളെ കൂടെ തന്നെയുണ്ട്. നമുക്ക് ഇഷ്ടാനുസരണമുള്ള വായു ലഭിക്കുകയും ചെയ്യുന്നു. നമുക്ക് ശ്വസിക്കാൻ വായു ആവശ്യമുണ്ട്. കർമ്മം ചെയ്യുമ്പോൾ കൂടുതൽ ശക്തിയിൽ അധ്വാനിക്കുമ്പോൾ നല്ലോണം ശ്വാസം കഴിക്കണം. അപ്പോൾ ആ ശക്തിവിശേഷം അടുത്ത് തന്നിട്ട് വേണ്ട വായു എല്ലാം നമുക്ക് എത്തിച്ചേരുന്നുണ്ട്. നമ്മൾ ഒരാളെ ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും, ഓ എനിക്ക് ദാഹിക്കുന്നതെന്ന് വെള്ളം, അതിനുള്ള സംവിധാനം ഉണ്ടാക്കും. എനിക്കൊന്ന് മുഖം കഴുകണമല്ലോ, അതിനുള്ള സംവിധാനം ഉണ്ടാക്കും. എനിക്ക് മൺവെട്ടി വേണ്ട, മറ്റേത് വേണമെന്ന് പറഞ്ഞാൽ ആ ശരിയാക്കി കൊടുക്കും. അയാൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം അദ്ദേഹം ആ മേൽനോട്ടം വഹിക്കുന്നവർ എത്തിച്ചു കൊടുക്കും. അപ്പം വായു വേണ്ടെങ്കിലും വായു എത്തിച്ചു കൊടുക്കും. ഇവിടെ വായു എത്തിക്കുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം കർമ്മം ചെയ്യാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ശക്തി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും വായു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അധ്വാനിക്കാൻ എവിടെ വെച്ച് അധ്വാനിക്കുമ്പോഴും അവിടെ വായു ഉണ്ടാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. കർക്കശ സ്വഭാവക്കാരെല്ലാം മാറിപ്പോട്ടെ. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ചിലവരെല്ലാം വേണ്ടാതെ കർക്കശ പ്രശ്നങ്ങളെല്ലാം ആയിട്ട് നമ്മളെ സമീപിക്കും. അങ്ങനത്തെ തടസ്സങ്ങൾ അതെല്ലാം ഗ്രഹിച്ചിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്കെതിരായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും പ്രതിബന്ധങ്ങളോ വേണ്ടാത്ത കർക്കശ സ്വഭാവം കാണുന്ന എല്ലാറ്റിനെയും ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ട് അതെല്ലാം തട്ടിമാറ്റി തരട്ടെ എന്ന് പറയുകയാണ്. അതായത് എല്ലാ തടസ്സങ്ങളും നമ്മൾ കർമ്മം ചെയ്യാൻ റെഡിയാണ്, പക്ഷെ അതിന് എന്തെങ്കിലും എല്ലാം തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി തരണമെന്ന് പറയുകയാണ്. ഇനി 10ലേക്ക്. ഇവിടെ യജ്ഞകർത്താവ് അല്ലെ ദേവത, സവിതാവ് അല്ലെ സൂര്യനാണ്. എല്ലാ യജ്ഞദേവതകളെയും ഈ പ്രപഞ്ചത്തിൽ യജ്ഞം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പല വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു പ്രപഞ്ചത്തിലുള്ള 30 വസ്തുക്കളെയാണ് ദേവതകൾ എന്ന് പറയുന്നത്. കല്ലും മണ്ണും എല്ലാം ദേവതയാണ്. നമ്മളൊരു മതിൽ കെട്ടിയാണെങ്കിൽ കല്ലെടുത്തിട്ടാണ് മതിൽ കെട്ടുന്നത്. അങ്ങനെയുള്ള യജ്ഞധാതുക്കൾ, എത്രയോ ധാതുക്കൾ, 30 ധാതുക്കൾ ഇവിടെ ഉണ്ട്. ഇതിനെയെല്ലാം ആരാണ് പുഷ്ടിപ്പെടുത്തിയിരിക്കുന്നത്? ഈശ്വരനാണ് പുഷ്ടിപ്പെടുത്തിയിരിക്കുന്നത്. ആ ശക്തിവിശേഷം തന്നെയാണ് ഇതിനെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ധാതുക്കളെ ഇവയെല്ലാം സൃഷ്ടിച്ചതും ആ ഈശ്വരൻ തന്നെയാണ്. അതിനെയെല്ലാമാണ് നമ്മൾ ഇന്ന് സ്വീകരിച്ചുകൊണ്ട് യജ്ഞങ്ങൾ നടത്തുന്നത്. ആ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ആ ശക്തിവിശേഷം സൃഷ്ടിച്ച വസ്തുക്കൾ, ദേവതകൾ, 30 വസ്തുക്കൾ, അവരെയാണ് നമ്മൾ സ്വീകരിച്ചിട്ട് ഈശ്വരന് ഇഷ്ടമായ കർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നത്. ഈ കർമ്മം ആർക്ക് വേണ്ടിയാണ്? ഈ വസ്തുക്കൾ സൃഷ്ടിച്ചതിന് വേണ്ടിയാണ് നല്ലൊരു ലോകം ഉണ്ടാക്കാൻ. അത് നമ്മളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോഴേ നമ്മളെ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് നമ്മളിലൂടെയാണ് കർമ്മം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈശ്വരന് ഇഷ്ടപ്പെട്ട ആ കർമ്മം ഞാൻ ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമുള്ളതായി തീരട്ടെ. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ശക്തിവിശേഷം സൂര്യനാണ്. അപ്പോൾ സൂര്യൻ്റെ ആ സമയമനുസരിച്ചാണ് ഇവിടെ എല്ലാ കർമ്മങ്ങളും പുരോഗമിക്കുന്നത്. കാലചക്രം എന്നത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരുന്നുണ്ട്. നമ്മളെ സൃഷ്ടിക്കുന്ന പുതിയ കർമ്മങ്ങൾ ചെയ്യാനാണ്. ആ കർമ്മങ്ങൾ ഈശ്വരനെ ഇഷ്ടപ്പെടണം. കാരണം ഈശ്വരന് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മവും ഈശ്വരൻ ആ ശക്തിവിശേഷം എന്താണോ അത് ഉദ്ദേശിച്ചത്, ലോക പുരോഗതിയായിരിക്കും, അനുസരിച്ചിട്ടുള്ളതാകട്ടെ. ആ കർമ്മം എനിക്കും ഇഷ്ടപ്പെട്ടതാകട്ടെ എന്ന് പറയാണ്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട കർമ്മമാണ് എനിക്ക് ചെയ്യാൻ കിട്ടേണ്ടത്. നമുക്ക് യോജിച്ച ചില കർമ്മങ്ങളുണ്ട്. ആ കർമ്മം ചെയ്യാനാണ് നമുക്ക് കിട്ടണ്ടേ. നമുക്കും ആ തരം ഇഷ്ടമുള്ള, ഇപ്പോൾ എനിക്ക് ഗവേഷണം നടത്തുന്നതിനാണ് താല്പര്യമെങ്കിൽ എനിക്കും അങ്ങനത്തെ കർമ്മം തന്നെയാണ് കിട്ടേണ്ടത്. അല്ലാതെ എന്നെ പിടിച്ചിട്ട് വല്ല സാധനവും വിൽക്കാൻ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ അത് എനിക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പം
നമ്മൾ കർമ്മങ്ങൾ ഈശ്വരന് തൃപ്തിയാകണം. കാരണം അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം അതിനെ തൃപ്തിപ്പെടുത്തി ചെയ്യണം. അതേസമയം തന്നെ നമുക്കും തൃപ്തി ഉണ്ടാകണം. ആ ചെയ്യുന്ന ജോലി നമുക്കും തൃപ്തികരമാകണം, നമുക്കിഷ്ടപ്പെട്ട ജോലിയും ആകണം. അതിൽ മാനേജ്മെൻറ്റിൽ പഠിക്കുന്നതാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഓരോ ആളും മനസ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കർമ്മം ചെയ്യുമ്പോഴാണ് ഫലം കൂടുതൽ കിട്ടുക. ഇനി അടുത്തതിൽ നോക്കാം.